ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത് ഫുജേറയിലേക്കാണ്. ഒരു 1.5 hour ഡ്രൈവ്. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതുപോലെ ഫുജേറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് പോയപ്പോൾ പക്ഷേ ഫ്രൈഡേ മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഫുൾ കടകളായിരുന്നു. ഓരോ കടയിൽ നിന്ന് ഓരോ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു കടയിൽ നിർത്തിയിട്ട് ആൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ മാങ്ങ മുളകിട്ടത്, പല ടൈപ്പ് ഓഫ് മാങ്ങ മുളകിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ നിന്നൊരു മാങ്ങയിൽ ഈ മുളക് പൊടി ഇട്ടതും പിന്നെ ഒരു സ്വീറ്റ് മാംഗോയുമാണ് വാങ്ങിച്ചത്. രണ്ടിൻ്റെ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു, അത്ര നല്ലതെന്ന് പറയാനല്ല, പക്ഷെ രണ്ടും ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു കരിക്ക് വാങ്ങിച്ചു, തായ്ലൻഡ് കരിക്ക്. നമ്മളെ നാട്ടിലെ കരിക്കിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, വേറെ എന്തോ ടേസ്റ്റാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ കാണുന്നതാണ് ഫുജേറയിലുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ഞങ്ങൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്, ചെക്ക് ഇൻ ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്റ്റേ ചെയ്ത സെയിം ഹോട്ടലാണ് ഇപ്രാവശ്യം സ്റ്റേ ചെയ്യുന്നത്. വി ഹോട്ടൽ ഫുജേറയിലുള്ള, ഇത് കോർണിഷിൻ്റെ അടുത്ത് വരുന്ന ഹോട്ടലാണ്. ഫുജേറയിലേക്ക് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ തന്നെ ആയിരുന്നു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അവർക്ക് റൂമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ പൂളുണ്ട്, പിന്നെ 2 ക്ലബ്ബുണ്ട്, 2-3 ക്ലബ്ബുണ്ട് അവർക്ക്, പിന്നെ ജിം ഏരിയയുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ അടുത്ത് പോകാൻ പോകുന്നതാണ് ഞങ്ങൾ ഷാർജയിലുള്ള കൽബ ഹാങ്ങിങ് ഗാർഡനിലേക്ക്. ഇവിടെ ഫുജേറ എന്നൊരു 20-30 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാർജയിലുള്ള കൽബ ഹാങ്ങിങ് ഗാർഡൻ. ഇവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് പെർ അവർ വരുന്നത് 5 dirhams ആണ്. പിന്നെ എൻട്രി ഫീസ് വരുന്നതും പെർ ഹെഡ് 5 dirhams ആണ്. പിന്നെ ഹാങ്ങിങ് ഗാർഡനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഇവിടെ മോർ ദാൻ 1 lakh ട്രീസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1.6 million ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 281 meters അബോവ് സീ ലെവലാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാട്ടർഫോൾ ആണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ 2 റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് ഈ ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ്, പിന്നെ വരുന്നത് ഒന്ന് ഈ വാട്ടർഫോളിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. നമുക്കത് റോഡ് വഴിയും വരാൻ പറ്റും, പിന്നെ സ്റ്റെപ്പ് കയറി നമുക്ക് ടോപ്പിലേക്ക് പോകാനും പറ്റും. സ്റ്റെപ്പ് ഒരുപാട് കയറാനുണ്ട്, ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പ് മാത്രമേ കയറിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ 55 പീപ്പിളിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനുണ്ട്. അത് 4 സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. ഒരു സ്റ്റേഷൻ വരുന്നത് അപ്പർ റെസ്റ്റോറൻറ്റിലും, ബാക്കി 3 സ്റ്റേഷൻസും ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ അടുത്തത് ഇവിടെ വരുന്നത് 760 meter റണ്ണിങ് ട്രാക്ക് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, ജോഗിങ്, ഹൈക്കിങ്, സ്കേറ്റിംഗ്, അതുപോലത്തെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. ഇതൊക്കെ രാവിലെയാണ് വരുന്നത്, പക്ഷേ രാത്രി അതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഞങ്ങളൊരു 10 മണി എന്തോ ഇവിടെ പോയപ്പോഴത്തേക്ക് ഒരുപാട് നേരം കണ്ട് നിൽക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇത്. നൈറ്റ് ടൈം ആയാലും ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് 6 AM to 12 AM വരെയാണ്. അടുത്ത് ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് നാടൻ ഫുഡ് കിട്ടിയൊരു റെസ്റ്റോറൻ്റാണ് ഫാരിസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അവിടെ കസ്റ്റമർ സർവീസും അവിടെ ഫുഡും എല്ലാം അടിപൊളിയാണ്. ഞാൻ കപ്പയും മീൻകറിയും ചപ്പാത്തിയും ചിക്കനും കൂടെ കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. ഫുജേറയിലേക്ക് പോകുന്നവർ എന്തായാലും ഫാരിസ് റെസ്റ്റോറൻറ്റ് കയറി നോക്കണം, അടിപൊളി ഫുഡാണ് അവരത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 3 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്ത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.